ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ദൈവനാമം മഹത്വപ്പെടുവാൻ ദൈവം ഒരു ദിവസം കൂടി നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന ദൈവവചനം എങ്ങനെയാണ് കുടുംബത്തിൽ അനുഗ്രഹമുണ്ടാകുവാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി യേശു പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 19-ാം തിരുവചനം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ചു ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. 2 പേർ. ഒരു കുടുംബം തുടങ്ങുവാൻ പിതാവായ ദൈവം 2 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്, ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും. ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം അവരിലൂടെയാണ് തുടങ്ങുന്നത്. ആ 2 പേര് ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും ഒരുമിച്ച് ചേർന്ന് ഏത് കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും അത് സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും എന്ന് ഈശോ നമ്മളോട് വ്യക്തമായി പറയുകയാണ്. ഒരേ മനസ്സോടെ ഒരുമിച്ച് ചേർന്ന് 2 പേർ ഒരു കുടുംബമാകുമ്പോൾ ആ കുടുംബത്തിലെ അപ്പനും അമ്മയുമാകാം. പുതിയൊരു കുടുംബം തുടങ്ങുമ്പോൾ ഭാര്യയും ഭർത്താവുമാകാം. ആ കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചാകാം. ഒരു ഇടവക ദേവാലയം മുഴുവനുമായാകാം. ആ ഇടവകയിലെ വികാരിയും ശുശ്രൂഷകരുമാകാം. ആരായിരുന്നാലും 2 പേർ ഒരുമയോടെ യോജിപ്പോടെ ഒരു കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദിച്ചാൽ അത് സ്വർഗീയ പിതാവ്, സ്നേഹനിധിയായ നമ്മുടെ അപ്പൻ അത് നിറവേറ്റിത്തരും എന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ലോകത്തിലേക്ക് പല അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും തേടിപ്പോകുമ്പോൾ, പലയിടത്തേക്കും നമ്മൾ ഓടി നടക്കുമ്പോൾ, നിനക്ക് അനുഗ്രഹങ്ങൾ കിട്ടുവാൻ, നിന്റെ കുടുംബം അനുഗ്രഹപ്രദമായി മാറുവാൻ, നീ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കുവാൻ എന്ത് ചെയ്താൽ കിട്ടുമെന്ന് വ്യക്തതയോടെ കർത്താവ് പറയുകയാണ്. 2 പേർ ഒരുമയോടെ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പലയിടത്തും കാണുമ്പോൾ എന്തുകൊണ്ട് അവിടെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒറ്റൊരു ഉത്തരമേ ഉള്ളൂ. അവിടെ കൂടിയിരിക്കുന്ന പലരും ഒരേ മനസ്സോടെ ചോദിക്കുന്നത് പിതാവ് സാധിച്ചു കൊടുക്കുന്നു.
ദൈവത്തിൻ്റെ ഇടപെടലാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്നു മുതൽ നമ്മുടെ കുടുംബത്തിലും ഭാര്യയും ഭർത്താവും, മാതാപിതാക്കൾ, മക്കൾ ഒരുമിച്ചിരുന്ന് ദൈവത്തോട് ഏകമനസ്സോടെ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും മക്കളുടെ മേലും ജോലിയുടെ മേലും ദൈവം ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. കുടുംബത്തിൽ നിന്നും രണ്ടുപേർ ഒരുമിച്ച് യോജിപ്പോടെ നമുക്ക് പ്രാർത്ഥനകൾ തുടരാം. ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.